നാടിനെ നടുക്കി തിരുവാതുക്കളിൽ വ്യവസായിയുടെയും ഭാര്യയുടെയും മരണം. ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം പുറത്തുവരുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. വിജയകുമാർ മീര ദമ്പതികളെയാണ് വീട്ടിലെ ഇരുമുറികളിലായി രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ മുൻപ് ജോലിക്കുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വീട്ടിൽ മോഷണം നടത്തിയതായി ആരോപിച്ച് ഇയാളെ പുറത്താക്കുകയായിരുന്നു എന്നാണ് വിവരം. ഇതിന്റെ വൈരാഗ്യമാണോ കൊലപാതകത്തിന് പ്രേരകമായതെന്നുള്ള സംശയത്തിലാണ് പോലീസും പ്രദേശവാസികളും. കൊലപാതകത്തിന്റെ രീതി സൂചിപ്പിക്കുന്നത് വ്യക്തി വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചനകൾ. ദമ്പതികളുടെ അതിക്രൂര കൊലപാതകമെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. വ്യവസായിയായ വിജയകുമാറിനെ ഭാര്യ മീരയും അതിക്രൂരമായി ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. വിജയകുമാറിന്റെ വീട്ടിലെ ഹാളിലും മീരയുടെ മൃതദേഹം അകത്തെ മുറിയിലുമാണ് കണ്ടത്. മൃതദേഹങ്ങൾ വിവസ്ത്രമായ നിലയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ആക്രമിക്കാൻ ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തി. വീടിന്റെ പിന്നിലെ വാതിൽ തകർത്ത നിലയിലായിരുന്നു. അമ്മിക്കൽ ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത്. മുഖത്തെ ആയുധം കൊണ്ടുള്ള മുറിവുകളുമുണ്ട്. വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അവർ നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. മോഷണ ശ്രമം നടന്നിട്ടില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കൊല്ലപ്പെട്ട രണ്ടുപേരുടെ ശരീരത്തിലെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സൂചനയുമില്ല. വിജയകുമാറിന്റെ മകന്റെ മരണത്തിലും ദുരൂഹതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. 7 വർഷം മുൻപാണ് വിജയകുമാറിന്റെ മകൻ ഗൗതമിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കേസിൽ ദുരൂഹതയുണ്ടെന്നുള്ള പരാതി വിജയകുമാറിനും കുടുംബത്തിനും ഉണ്ടായിരുന്നു. മകന്റെ മരണവും ഇപ്പോഴത്തെ സംഭവവും തമ്മിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഗൗതമിന്റെ മരണത്തിൽ CBI അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് ദമ്പതികൾ കൊല്ലപ്പെടുന്നത്. മകന്റെ മരണത്തിൽ CBI കഴിഞ്ഞ മാസം 21-നാണ് FIR രജിസ്റ്റർ ചെയ്തത്. FIR ഇട്ട് കൃത്യം 1 മാസം പിന്നിടുമ്പോഴാണ് ദമ്പതികളുടെ കൊലപാതകം. വിദേശത്ത് ബിസിനസ് ചെയ്തു വരികയായിരുന്ന വിജയകുമാർ പിന്നീട് നാട്ടിലേക്ക് താമസം മാറുകയായിരുന്നു. മകളും മകനും ഭാര്യയും ഉൾപ്പെടുന്നതായിരുന്നു വിജയകുമാറിന്റെ കുടുംബം. ഡോക്ടറായ മകൾ അമേരിക്കയിലാണ്. കോട്ടയത്തെ പ്രമുഖമായ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ കൂടിയാണ് വിജയകുമാർ.